ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈശോയെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ആരാധന 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 ആരാധന. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, സൗഖ്യമേ, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വാസത്തിൽ നാം വളരേണ്ടതിന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യമാണ്. വചനമാംസമായി ഈ ലോകത്ത് അവതരിച്ച യേശുവാണ് ഇപ്പോൾ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതിനുപകരിക്കുന്ന ഒരു വചനഭാഗം നമുക്കിപ്പോൾ എടുക്കാം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള തിരുവചന ഭാഗം. റോമാലേഖനം 10-ാം അധ്യായം 14 മുതൽ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുന്നതിനെക്കുറിച്ച്, അടിയുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ്, സന്ദേശമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വചനമെടുത്താൽ യോഹന്നാൻ 5:24 പറഞ്ഞിട്ടുണ്ട്,
എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനം കേൾക്കണം. വചനം മാംസമായി ലോകത്ത് അവതരിച്ച യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കണം. ഈ വചനശ്രവണവും വിശ്വാസ ജീവിതവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. രക്ഷയും നിത്യജീവനും പ്രാപിക്കേണ്ടതിന് ഒന്ന്, നാം വചനം കേൾക്കണം, യേശുവിൽ വിശ്വാസം അർപ്പിക്കണം. യോഹന്നാൻ 5:38 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നു, പക്ഷേ വിശ്വാസ വളർച്ചയ്ക്ക് വചനത്തിൽ നാം നിലനിൽക്കണം, വചനം നാം ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവ രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കർത്താവേ, അങ്ങയുടെ വചനം ധ്യാനിച്ച് വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ഒരു ഗാനം ആലപിക്കുക. ഹൃദയത്തുടിപ്പുകളോടെ നമ്മളിത് ചെയ്യുമ്പോൾ വിശ്വാസത്തിൽ കർത്താവ് നമ്മെ വളർത്തും. ദൈവവചനം ജീവിക്കുവാൻ വേണ്ട അഭിഷേകം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരുപോലെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ ആദരിക്കുവാൻ, ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കളായ നമ്മൾ. അതിനുവേണ്ട അഭിഷേകം ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർത്തിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടി. ഒന്നിച്ചു നാം ആർത്തിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടി. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിൽ ഇറങ്ങി
വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ദിവ്യകാരുണ്യത്തിൽ കർത്താവിന്റെ സജീവ സാന്നിധ്യം വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് അല്പസമയം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടുവാൻ, രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടുവാൻ, വിശ്വാസത്തിൽ നമ്മൾ വളരുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങയെ കാണുന്നു. വിശ്വാസത്തിൽ അവിടുത്തെ ശക്തി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവന്റെ മേലും അവിടുത്തെ കരുണ ഭക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപത്തിന്റെ സകല കെട്ടുകളും പൊട്ടിക്കണമേ. അസമാധാനത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. രോഗത്തിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സംസ്ഥാനങ്ങളിൽ ഇരുന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. വിശ്വാസമില്ലാതെ നോക്കിയാൽ ഒരു അരളിക്ക കാണാൻ പറ്റും, ഒരു ഓസ്തി കാണാൻ പറ്റും. വിശ്വാസത്തോടെ നോക്കിയാൽ ജീവിക്കുന്ന ദൈവത്തെ ഇവിടെ കാണാൻ പറ്റും. വിശ്വാസത്തോടെ നോക്കി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമായി എനിക്ക് വേണ്ടി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. വ്യക്തിപരമായിട്ട് ദൈവത്തോട് നമുക്ക് പറയാം. കർത്താവേ, ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്, ഞാൻ രോഗിയാണ്, ഞാൻ പാപിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നേരിടുന്നൊരു വ്യക്തിയാണ്. എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവവചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കും. സുഭാഷിതങ്ങൾ 16:20 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനം ആദരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. വിശ്വാസത്തിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ഹെബ്രായ ലേഖനം 11:1 മുതൽ വായിക്കുമ്പോൾ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. 2 കൊരിന്ത്യർ 5:7 പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. കാഴ്ചയാലല്ല ഒരു ക്രിസ്ത്യാനി നയിക്കപ്പെടേണ്ടത്, വിശ്വാസത്താലാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പലതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും വിശ്വാസത്താൽ. ഏതാനും നിമിഷങ്ങൾ ഈശോയിലേക്ക് നോക്കിയിരുന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തോട് ഒരു തീവ്ര അഭിനിവേശം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനശ്രവണവും വിശ്വാസ വളർച്ചയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ഏതാനും വചനങ്ങൾ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. യോഹന്നാൻ 1:1 പറഞ്ഞിട്ടുണ്ട്, വചനം ദൈവമാണ്. വചനത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെയാണ് സ്നേഹിക്കുക. വെളിപാട് പുസ്തകം 19:13 നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ അപരനാമമായി നൽകപ്പെട്ടിരിക്കുന്നതാണ് ദൈവവചനം. ദൈവവചനം എന്നത് യേശുവിൻ്റെ അപരനാമമായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് വിശുദ്ധ ജെറോം പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം നമ്മെ കേൾക്കുന്നു. എന്നാൽ നാം വചനം ധ്യാനിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു, നാം അത് കേൾക്കുന്നു. കാരണം
വചനം ദൈവമാണ്. ഈ ബോധ്യങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു ഉയർത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പലപ്പോഴും വേണ്ടതുപോലെ അങ്ങിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റാതെ പോയിട്ടുണ്ട്. ദൈവവചനത്തിന് നിഷേധാത്മകമായ പ്രത്യുത്തരം നൽകിയ നിമിഷങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അവയ്ക്കെല്ലാം ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഏതാനും ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇനിയെങ്കിലും നിഷേധാത്മകമായ പ്രത്യുത്തരം വചനത്തിന് നൽകാതിരിക്കാൻ നമുക്ക് സാധിക്കും. നിഷേധാത്മകമാകുന്ന പല കാര്യങ്ങൾ, ദൈവവചനം വേണ്ടതുപോലെ നമ്മൾ ഏറ്റെടുക്കാതിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അശ്രദ്ധ. ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് ഏകാഗ്രത ഉണ്ടാകണം. ദൈവവചനത്തിന് മുമ്പിൽ അശ്രദ്ധരായിട്ടിരിക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല. 1 സാമുവേൽ 2:17 വായിച്ചാൽ അശ്രദ്ധ ഗൗരവമുള്ളൊരു പാപമായിട്ട് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളെപ്പോൾ എവിടെ വെച്ച് വചനം കേട്ടാലും ആര് വചനം പറഞ്ഞാലും ശ്രദ്ധയോടെ അത് കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അലസത മറ്റൊരു കാര്യമാണ്. 2 തെസ്സലോനിക്ക 3:10 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കാത്തവർക്ക് ഭക്ഷിക്കാനുള്ള അവകാശമേയില്ല. അലസത മൂലമാണോ നമ്മൾ വചനത്തിൽ വളരാതിരിക്കുന്നത്, വിശ്വാസത്തിൽ വളരാതിരിക്കുന്നത്? ദൈവത്തോട് മാപ്പ് ചോദിക്കാം. അവിശ്വാസം മറ്റൊരു കാര്യം. വചനം കേൾക്കാം, പക്ഷേ അത് അവിശ്വസിച്ച് ജീവിക്കാം. വിശ്വസിക്കുന്നവർക്കാണ് അതിൻ്റെ ഫലമുണ്ടാകുക. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവർക്കെന്നതുപോലെ നമുക്കും വചനം ലഭിച്ചു, നമുക്കത് പ്രയോജനപ്പെട്ടു, അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ കേട്ട വചനം വിശ്വസിച്ചില്ല. ഈ ഗണത്തിലാണ് നമ്മൾ പെടുക. ഒരുപാട് ബൈബിൾ വായിച്ചിട്ടും ഒരുപാട് വചനം കേട്ടിട്ടും വേണ്ടതുപോലെ വിശ്വസിക്കാതെ ജീവിച്ചവരാണ് നമ്മൾ. കർത്താവേ, ആ മേഖലയിൽ ഒരു മാറ്റം വരുത്തുവാനും വചനം വിശ്വസിക്കുവാനും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ധിക്കാരം. വചനത്തിൻ്റെ മുമ്പിൽ ധിക്കാരം കാണിക്കുന്നത് വലിയൊരു അപരാധമാണ്. യാക്കോസ്ലീഹ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വചനം വിനയപൂർവ്വം സ്വീകരിക്കണം. 21 മുതലുള്ള വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ദൈവവചനത്തിന് മുമ്പിൽ നമ്മൾ എളിമയുള്ളവരാകണം. ധിക്കാരം ഗൗരവമുള്ളൊരു പാവമാണ്. അപ്പോസ്തല പ്രവർത്തനം 13:44 മുതൽ വായിക്കുമ്പോൾ ദൈവവചനം തിരസ്കരിച്ച യഹൂദരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സംഭവിച്ചത് നിത്യനാശം. സന്തോഷത്തോടെ ആ വചനം സ്വീകരിച്ച വിജാതീയർക്ക് ആനന്ദമുണ്ടായി, രക്ഷയുണ്ടായി. ദൈവവചനത്തോട് അനാദരവ് കാണിക്കുന്നതും വലിയൊരു പാവമാണ്. വചനത്തോട് അനാദരവ് കാണിക്കുന്നത് ദൈവത്തോടുള്ള അനാദരവാണ്. 1 സാമുവേൽ 2:30 പറഞ്ഞിട്ടുണ്ട്, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. അനാദരവ് അത് നമ്മെ വലിയ അപകടത്തിലേക്ക് നയിക്കും. അവസാനമായിട്ട് നമ്മുടെ ഹൃദയ കാഠിന്യം ദൈവവചനം സ്വീകരിക്കുന്നതിന് തടസ്സമാകും. വചനം വീഴേണ്ടത് പാറപ്പുറത്തല്ല, കഠിനമായ ഹൃദയത്തിലല്ല, മാംസള ഹൃദയത്തിലാണ്. ഹെബ്രായ ലേഖനം 3-4 അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഹൃദയം കഠിനമാക്കരുത്. 1 സാമുവേൽ 25:37 എടുത്താൽ ഹൃദയം കഠിനമായാൽ അത് ശിലാതുല്യം ആകും, കല്ല് പോലെയായി മാറും. ഇക്കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് കൊണ്ടുവന്ന് സമർപ്പിച്ച് അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കൊരു വിശുദ്ധീകരണം ആവശ്യമാണ്, എൻ്റെ ജീവിതത്തിനൊരു മാറ്റം ആവശ്യമാണ്, അനുതാപത്തിൻ്റെ കൃപ എനിക്ക് നൽകണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൻ്റെ ഭാഗമായി മാറാം. എൻ്റെ പാപ ഭാരമില്ല
തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ പാപ ഭാരമില്ല തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. അനുദപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, കണ്ണീരോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റുകൾക്ക്, പാപങ്ങൾക്ക്, വീഴ്ചകൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇനിമേൽ പാപത്തിൽ വീഴാതിരിക്കുവാനുള്ള കൃപ തരണമേ എന്നും പ്രാർത്ഥിക്കാം. ആവശ്യപ്പെട്ടാൽ ഈശോ നമ്മുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളെ വിശുദ്ധീകരിക്കും, അഭിഷേകം ചെയ്യും. അവരഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, വിശുദ്ധീകരണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കുറ്റമറ്റ വ്യക്തിയായി അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനത്തോട് ഒരഭിലാഷം നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജെറമിയ 15:16 നമ്മൾ കാണുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ പറയുകയാണ്, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു. ദൈവവചനം ഭക്ഷിച്ച് വയറ് നിറച്ചു. എസെക്കിയേൽ 3:10 ദൈവം ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, നീ വചനം ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഇത് ആനന്ദാമൃതമായിട്ട് ജെറമിയ പ്രവാചകന്റെ ജീവിതത്തിൽ മാറി. ഏതാനും വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം. യോഹന്നാൻ 4:41 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ വചനം ശ്രവിച്ച പലരും അവനിൽ വിശ്വസിച്ചു. വചനശ്രവണം വിശ്വാസത്തിലേക്ക്, വിശ്വാസ വളർച്ചയിലേക്ക് നമ്മെ നയിക്കും. അവൻ്റെ വചനം സ്വീകരിച്ച പലരും അവനിൽ വിശ്വസിച്ചു. യോഹന്നാൻ 4:41. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:4 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു, വചനം കേട്ടവരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. നമ്മൾ സമയമെടുത്ത് ബൈബിൾ വായിക്കണം, വചനം വായിക്കണം, ദീർഘനേരം വായിക്കണം. അത് നമ്മെ വിശ്വാസത്തിൽ വളർത്തും, ആഴമായ വിശ്വാസത്തിലേക്ക് നയിക്കും. ആ ഒരു ബോധ്യം നമ്മിൽ ജനിപ്പിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ, ദൈവവചനം പ്രചരിച്ചപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വചനം പ്രചരിപ്പിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ മനസ്സുറപ്പിച്ചു. വചന പ്രചരണം നിർത്തിയിട്ട് തീൻമേശയിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഡീക്കന്മാരെ നിയോഗിക്കുന്നത് കാണാൻ പറ്റും. ദൈവവചനം പ്രചരിച്ചു. അതിൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 6:7. പുരോഹിതരിൽ പലരും വിശ്വാസം സ്വീകരിച്ചു. അങ്ങനെ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം സംഭവിക്കാം ദൈവവചന ശ്രവണത്തിൽ. കർത്താവേ, ആ ഒരു ബോധ്യത്തോടെ ബൈബിൾ വായിക്കുവാൻ, വചനം വായിക്കുവാൻ, വചനം കേൾക്കുവാൻ, ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യാചിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവനായ കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ശക്തി ഈ മക്കളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ,
അങ്ങയോട് ഞങ്ങൾ ചേർന്നിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ആശ്വാസം പകരുന്നത്, സൗഖ്യം പകരുന്നത്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അങ്ങ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കും. അങ്ങയുടെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളെ അവിടുന്ന് തൊട്ടുണർത്തണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ. കർത്താവെ, രോഗം ബാധിച്ചിരിക്കുന്ന മക്കളുണ്ട്, സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. മനസ്സ് തളർന്നിരിക്കുന്ന മക്കളുണ്ട്, അവർക്ക് ഉന്മേഷം പകർന്ന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കുടുംബ തകർച്ചകൾ നേരിടുന്ന കുടുംബാംഗങ്ങൾ, അവരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാം വേണ്ടത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഏതാനും നിമിഷങ്ങൾ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും ഇപ്പോൾ ഏറ്റെടുക്കാം. ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, ഈശോയേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന, ഇന്നുമെന്നും